നമസ്കാരം, ഞാൻ ഡോക്ടർ രമ്യ പ്രഭ, സിദ്ധ നാച്ചുറോപ്പതി ഫിസിഷ്യൻ, സ്വസ്തി സിദ്ധ നാച്ചുറോപ്പതി ആൻഡ് വർമ്മ ക്ലിനിക്, കാരേറ്റ്. ഞാനിന്ന് പറയാൻ പോകുന്ന ടോപ്പിക് വെരിക്കോസ് വെയിനെ കുറിച്ചാണ്. ഇപ്പോൾ ഒരുപാട് പേരിലും ഈ വെരിക്കോസ് വെയിൻ കണ്ടുവരുന്നുണ്ട്. പ്രത്യേകിച്ചും മുതിർന്നവരിൽ ഒരുപാട് പേരും ഈ വെരിക്കോസ് വെയിൻ കാരണം ബുദ്ധിമുട്ടുന്നവരാണ്. എന്നാൽ പലപ്പോഴും നമ്മളിതിനെ വലിയ കാര്യമാക്കാറില്ല, അവഗണിക്കുകയാണ് പതിവ്. കൂടുതലും കാലുകളിലാണ് വെരിക്കോസ് വെയിൻ കണ്ടുവരുന്നത്. കാലിലെ വെയിനിലുള്ള വാൽവ് വീക്ക് ആവുകയോ ഡാമേജ് ആവുകയോ ഒക്കെ ചെയ്യുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആകാതെ വരുമ്പോഴാണ് വെരിക്കോസ് വെയിൻ ഉണ്ടാവുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ, അല്ലെങ്കിൽ ഇത് സാധാരണ കൂടുതലായിട്ടും കണ്ടുവരുന്നത്, ഒരുപാട് സമയം നിന്നിട്ടും ഇരുന്നിട്ടും ജോലി ചെയ്യുന്നവർ, ഇങ്ങനെയുള്ള കണ്ടീഷനിൽ ഹൃദയത്തിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യാനുള്ള സാഹചര്യം കുറയുകയും വെരിക്കോസ് വെയിൻ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഒന്ന് പ്രഗ്നൻസി സ്റ്റേജിൽ വരുന്ന വെരിക്കോസ് വെയിൻ ആണ്. ഈ സമയത്ത് ഉണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചസും വെയിറ്റ് ഗെയിനും ഒക്കെ വെരിക്കോസ് വെയിന് കാരണമാകാറുണ്ട്. എന്നാൽ പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാകുന്ന വെരിക്കോസ് വെയിൻ ഒരു ഡെലിവറിക്ക് ശേഷം 3-4 മാസത്തിനുള്ളിൽ മാറിക്കിട്ടാറുണ്ട്. പ്രത്യേകിച്ച് ട്രീറ്റ്മെൻ്റ് ഒന്നും എടുക്കാതെ തന്നെ ഇത് നോർമൽ അവസ്ഥയിലേക്ക് വരാറുണ്ട്. പിന്നെ ഒന്ന് ഒബേസിറ്റി, അമിതവണ്ണം മൂലം കാലിലേക്കൊരു അമിത സമ്മർദ്ദം വരികയും ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആകാതെ വരുമ്പോഴും വെരിക്കോസ് വെയിൻ ഉണ്ടാവാറുണ്ട്. പിന്നെ ഫാമിലി ഹിസ്റ്ററി, പാരമ്പര്യമായിട്ട് നിങ്ങളുടെ അമ്മയ്ക്കോ അച്ഛനോ ആരെങ്കിലുമൊക്കെ വെരിക്കോസ് വെയിൻ കാരണം ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ നിങ്ങൾക്കും അത് വരാനുള്ളൊരു സാധ്യത കൂടുതലാണ്. പിന്നെ ഏജ് റിലേറ്റഡ് ആയിട്ടും വെരിക്കോസ് വെയിൻ കാണുന്നുണ്ട്. നമുക്ക് പ്രായം കൂടുമ്പോൾ നമ്മുടെ മസിൽസൊക്കെ വീക്കാവുകയും രക്തക്കുഴലുകളുടെയൊക്കെ ഒരു വീക്കാവുകയും സർക്കുലേഷൻ ശരിയായിട്ട് ഉണ്ടാവാതെ വരുമ്പോഴും അത് വെരിക്കോസ് വെയിനിലോട്ട് മാറാറുണ്ട്. വെരിക്കോസ് വെയിൻ്റെ ലക്ഷണങ്ങൾ പറയുമ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും കാണാറില്ല. ഒരു ഗ്രീനിഷ് ഡിസ്കളറേഷൻ മാത്രമേ കാണാറുള്ളൂ. ഒരു നെക്സ്റ്റ് സ്റ്റേജിലൊക്കെ വരുമ്പോഴാണ് ആദ്യം ചൊറിച്ചിൽ തോന്നുക, സ്കിന്നിലൊരു തടിപ്പ് അനുഭവപ്പെടുക, സ്കിന്നിൻ്റെ ഡിസ്കളറേഷൻ ചെറുതായിട്ടൊരു ഡാർക്ക് കളറൊക്കെ തോന്നുക, പിന്നെ പെയിൻ, വീക്കം, തരിപ്പ്, കഴപ്പ്, ഇതൊക്കെ ഒരു ലേറ്റസ്റ്റ് സ്റ്റേജിലാണ് അനുഭവപ്പെടുന്നത്. ഒരു ലാസ്റ്റ് സ്റ്റേജിലൊക്കെ ആകുമ്പോഴാണ് ചെറുതായിട്ട് അൾസറേഷൻ ഉണ്ടാവുന്നത്. പിന്നെ ഈ അൾസർ ഹീൽ ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ടും തോന്നാറുണ്ട്. ഈ ഒരു സിംറ്റംസ് വെച്ചിട്ട്, ഈ ഒരു ലക്ഷണങ്ങൾ വെച്ചിട്ട് നമുക്ക് ഈ ഒരു വെരിക്കോസ് വെയിനെ ഒരു 6 സ്റ്റേജായിട്ട് തരംതിരിക്കാൻ പറ്റും. ഫസ്റ്റ് സ്റ്റേജിൽ സാധാരണയായിട്ടൊരു ചെലന്തി വല പോലെയാണ് ഈ ഒരു വെരിക്കോസ് വെയിൻ കാണപ്പെടുന്നത്. ഇതിനെ സ്പൈഡർ വെയിൻ എന്നാണ് പറയുന്നത്. ഇതിൽ പെയിനോ ചൊറിച്ചിലോ ബുദ്ധിമുട്ടുകളോ അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല. ഒരു നെക്സ്റ്റ് സ്റ്റേജ് എത്തുമ്പോൾ, സെക്കൻഡ് സ്റ്റേജ് എത്തുമ്പോൾ ചെറുതായിട്ട് ചൊറിച്ചിലും നീരും ഒക്കെ അനുഭവപ്പെടാറുണ്ട്. ഒരു തേർഡ് സ്റ്റേജ് എത്തുമ്പോൾ നീരും വീക്കവും ഒക്കെ കൂടി വരാറുണ്ട്. എന്നാൽ കുറച്ച് കാലൊക്കെ ഒന്ന് ഉയർത്തി വെച്ചിരിക്കുക, എന്തെങ്കിലും എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ തന്നെ ഇതൊന്നും മാറി കിട്ടാറുണ്ട്. ഒരു ഫോർത്ത് സ്റ്റേജ് എത്തുമ്പോൾ സ്കിന്നിൽ ഡിസ്കളറേഷൻ അനുഭവപ്പെടാറുണ്ട്, സ്കിന്നിൻ്റെ തിക്നെസ് കൂടി വരാറുണ്ട്, പെരുപ്പും വേദനയും ഒക്കെ കൂടി വരാറുണ്ട്. ഫിഫ്ത്ത് സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും ചെറുതായിട്ട് അൾസറേഷനൊക്കെ കാണും, ചെറിയ മുറിവുകളൊക്കെ കാണും, അതുപോലെ വേദനയും പെരുപ്പും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു സമയത്ത് നമുക്കൊരു ഹീൽ ചെയ്യാനായിട്ടുള്ളൊരു കുറച്ച് എളുപ്പത്തിൽ ഹീൽ ചെയ്യാൻ സാധിക്കും. എന്നാൽ ഒരു 6ാമത്തെ സ്റ്റേജിലെത്തുമ്പോൾ ഈ ഉണ്ടാകുന്ന അൾസറേഷൻ ഒരു ഡീപ്പ് ലെവലിലേക്ക് പോവുകയും നമുക്ക് മുറിവ് ഉണങ്ങിക്കിട്ടാത്തൊരവസ്ഥയിലേക്ക് വരും. ഈ ഒരു സ്റ്റേജിന് നമുക്ക് ഹീൽ ചെയ്യാനും വളരെ ടൈം എടുക്കും. പ്രത്യേകിച്ച് ഷുഗർ പേഷ്യൻസൊക്കെ ആണെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ഈ മുറിവിനെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ പരിഹാര മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഏറ്റവും നല്ലൊരു പരിഹാരം, നമുക്ക് ഈ ഒരുപാട് സമയം നിന്നിട്ടൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ, പ്രത്യേകിച്ച് സെക്യൂരിറ്റി ജോബ്, ഷോപ്പിലൊക്കെ നിൽക്കുന്ന ജോലി, ഇങ്ങനെയൊക്കെ ഉള്ളവർ ആ ഒരു ലോങ് സ്റ്റാൻഡിങ് ഒന്ന് ഒഴിവാക്കുക. ഒത്തിരി സമയം നിൽക്കേണ്ടി വരുമ്പോൾ, ഇപ്പോൾ അരമണിക്കൂറോ 1 മണിക്കൂറൊക്കെ കൂടുതൽ നിൽക്കേണ്ടി വരുമ്പോൾ ഒരു അരമണിക്കൂർ കൂടുമ്പോൾ ഒന്ന് ഇരിക്കുക, കാലൊന്ന് സ്ട്രെച്ച് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ആ ഒരു വെരിക്കോസ് വെയിൻ്റെ ഒരു കാഠിന്യം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യണം. സ്ഥിരമായിട്ട് നമുക്ക് നിൽക്കുന്ന ജോലി, ഇരിക്കുന്ന ജോലി, പ്രത്യേകിച്ച് എക്സസൈസസ് ഒന്നും ഇല്ല എങ്കിൽ നമ്മുടെ മസിൽസൊക്കെ സ്റ്റിഫാവും, സർക്കുലേഷൻ കുറയും. അപ്പോഴും ചെറുതായിട്ടുള്ള വെരിക്കോസ് വെയിൻ തന്നെ ഒരു നെക്സ്റ്റ് ലെവലിലോട്ടൊക്കെ പോകാനായിട്ട് നമ്മുടെ എക്സസൈസ് ഇല്ലായ്മ കാരണമാകും. അപ്പോൾ അതിൽ തന്നെ കാഫ് റൈസ് എന്ന് പറഞ്ഞ എക്സസൈസ്, പിന്നെ ഫോർവേഡ് ലഞ്ചസ്, സ്ക്വാട്ട്, ഇങ്ങനെ നമുക്ക് ലോവർ ബോഡിക്ക് ചെയ്യുന്ന, നമ്മുടെ ലെഗിന് ചെയ്യുന്ന എല്ലാ എക്സസൈസും കാലിലെയും മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യിക്കാനും ഈ ഒരു ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ചെയ്യാനും സഹായിക്കാറുണ്ട്. ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഈ ഇടയ്ക്ക് സ്ട്രെച്ചസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇടയ്ക്ക് ഇരിക്കാനൊന്നും പറ്റാറില്ല. ഈ ഒരു അവസരത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള ജോലി ചെയ്യുന്നവർക്ക്, പ്രത്യേകിച്ച് സെക്യൂരിറ്റി ജോബും അങ്ങനെയുള്ള ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള ജോലി ചെയ്യുന്നവർക്ക് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് കംപ്രഷൻ സ്റ്റോക്കിങ്സ് ഉപയോഗിക്കുന്നത് വഴി ബ്ലഡ് മുകളിലേക്ക് പമ്പ് ചെയ്യാൻ സാധിക്കുകയും അതുവഴി വെരിക്കോസ് വെയിൻ്റെ ആ കാഠിന്യവും അല്ലെങ്കിൽ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്. തുടക്കത്തിൽ ഈ കംപ്രഷൻ സ്റ്റോക്കിങ്സ് ഒരുപാട് സമയം ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും. ഒരു തുടക്കത്തിൽ ഒരു 2-3 hours ഓൾട്ടർനേറ്റ് ഡേയ്സിലൊക്കെ യൂസ് ചെയ്താലും ഇത് സർക്കുലേഷൻ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, മുറിവെണ്ണ, പിണ്ടതൈലം ഇവ രണ്ടും സമം എടുത്ത് ചെറുതായിട്ട് ചൂടാക്കി ഈ വെരിക്കോസ് വെയിൻ ഉള്ള കാലിൽ അപ്ലൈ ചെയ്ത്
ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, അതായത് പാദത്തിൽ നിന്നും മുകളിലേക്ക് ലൈറ്റായിട്ടുള്ള പ്രഷറിൽ മസാജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ബ്ലഡിന് മുകളിലേക്ക് ഒന്ന് പമ്പ് ചെയ്യാൻ സാധിക്കും. ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ടും കുറയ്ക്കാൻ സാധിക്കും. എന്നാൽ ഒരു അൾസറേഷനൊക്കെ എത്തുമ്പോൾ നമുക്കിത് പ്രാക്ടിക്കൽ അല്ല. അപ്പോൾ ലീച്ച് തെറാപ്പി അല്ലെങ്കിൽ ബ്ലഡ് ലെറ്റിംഗ് തെറാപ്പീസ് എന്തെങ്കിലും ചെയ്തിട്ട് വേണം നമുക്കിതിനെ പരിഹരിക്കാൻ സാധിക്കുള്ളൂ. ഇനിയൊരു ടിപ്പ് പറയുവാണെങ്കിൽ ത്രിബല ചൂർണം, എല്ലാ ആയുർവേദ സിദ്ധ മെഡിക്കൽ സ്റ്റോറിലും ഇത് കിട്ടും. ഈ ത്രിബല ചൂർണം 1-2 സ്പൂൺ ഒരു മഗ് വെള്ളത്തിൽ തിളപ്പിച്ച് ഒരു കഷായം പോലെ ഉണ്ടാക്കി ചെറിയ ചൂടോടെ നമ്മുടെ ഈ വെരിക്കോസ് വെയിൻ ഉള്ള ഭാഗത്ത് ധാര ഒഴിക്കുകയാണെങ്കിലും നമുക്ക് അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും ആ ഒരു പെയിനും പെരുപ്പും ചൊറിച്ചിലും ഒക്കെ കുറഞ്ഞു കിട്ടാറുണ്ട്. ചൊറിച്ചിലാണ് ഏറ്റവും കൂടുതൽ ഹെൽപ്പിംഗ് ആയിട്ടുള്ളത് ഈ ഒരു ത്രിബല ധാര ചെയ്യുന്നത്. ഇതൊന്നും ഇല്ലെങ്കിലും നമുക്ക് എല്ലാ ദിവസവും കുളിക്കുന്നതിന് മുന്നേ ചെറു ചൂടുവെള്ളം ഉപയോഗിച്ച് ഇതൊന്ന് കഴുകി ഒരു 15-20 മിനിറ്റ് കാല് 90 ഡിഗ്രിയിൽ ഉയർത്തി വെച്ചിട്ട് കിടക്കാൻ ശ്രമിച്ചാലും വെരിക്കോസ് വെയിൻ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. വെരിക്കോസ് വെയിൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നൊരു കാര്യം നമ്മുടെ വെയിറ്റ് ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഒബേസിറ്റി ഉണ്ടാവാതെ ഒരു ഹെൽത്തി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ തന്നെ വെരിക്കോസ് വെയിൻ ഇല്ലാണ്ട് നോക്കാം. അതുപോലെ ചിട്ടയായിട്ടുള്ള എക്സസൈസ്, എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുകയാണെങ്കിൽ ഈ ഒരു സർക്കുലേഷൻ്റെ പ്രോബ്ലം വരുന്നില്ല. ബ്ലഡ് സർക്കുലേഷനൊക്കെ കറക്റ്റായിരിക്കും, മസിൽസൊക്കെ സ്ട്രോങ് ആയിട്ടിരിക്കും. കോൺസ്റ്റിപ്പേഷനും വെരിക്കോസ് വെയിൻ ഒരു കാരണമായിട്ട് വരാറുണ്ട്. ഈ ഒരു കുറച്ച് ദിവസം നീണ്ടു നിൽക്കുന്ന കോൺസ്റ്റിപ്പേഷൻ മാറ്റാതിരുന്നാൽ നമുക്ക് വെരിക്കോസ് വെയിൻ ഉള്ളവർക്ക് അത് കൂടാനും വെരിക്കോസ് വെയിൻ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലാണെങ്കിൽ നെക്സ്റ്റ് സ്റ്റേജിലോട്ട് വരാനും കാരണമാകാറുണ്ട്. സ്കിന്നിൽ ഡിസ്കളറേഷൻ തോന്നുക, സർക്കുലേഷൻ നല്ലപോലെ കുറഞ്ഞ പോലെ ആ ഒരു ഡാർക്ക് കളർ ഫീൽ ചെയ്യുക, നല്ലപോലെ പെയിൻ അനുഭവപ്പെടുക, അൾസറേഷൻ്റെ സ്റ്റാർട്ടിംഗ് ആയിട്ട് തോന്നുക, ഇങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മൾ വീട്ടിൽ വെച്ച് ചികിത്സിക്കാതെ ഡോക്ടറെ കണ്ട് കറക്റ്റായിട്ടുള്ള മെഡിസിനും ട്രീറ്റ്മെൻറ്റും ഒക്കെ എടുക്കേണ്ടതാണ്. വെരിക്കോസ് വെയിൻ ഒരു ലളിതമായിട്ടുള്ളൊരു പ്രശ്നമായിട്ട് തോന്നാമെങ്കിലും നമ്മളതിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ പിന്നീട് അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. ഈ പെയിനും ബുദ്ധിമുട്ടും ഒക്കെ അധികമായിട്ട് വരാറുണ്ട്. പ്രത്യേകിച്ച് ഡയബറ്റീസ് രോഗികളിൽ വെരിക്കോസ് വെയിൻ ഉണ്ടെങ്കിൽ അത് വേണ്ട പോലെ കെയർ ചെയ്യണം. ഒരു മുറിവൊക്കെ ഉണ്ടായാൽ അല്ലെങ്കിൽ അൾസറേഷൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിലൊക്കെ ആയാൽ അത് ഹീലാവാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. തുടക്കത്തിൽ ശരിയായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കെയറിങ്ങും എക്സസൈസും കൊണ്ട് നമുക്കിതിനെ പരിഹരിക്കാൻ സാധിക്കും.